ഇന്ത്യയുടെ പുരാതന ശാസ്ത്രീയ വിജ്ഞാനവും ആധുനിക ശാസ്ത്ര പഠനങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്ന മാധവ ടു മോഡേണിറ്റി എന്ന അന്താരാഷ്ട്ര സിമ്പോസിയം ജനുവരി 29-30 തീയതികളിൽ അമൃത വിശ്വവിദ്യാലയം കൊച്ചി ക്യാമ്പസിൽ ഒരുങ്ങുന്നു. ഗണിതം, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിലെ ഇന്ത്യൻ വിജ്ഞാന സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള സമ്മേളനം ഹൈബ്രിഡ് രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. IIT ബോംബെയിലെ പ്രൊഫസർ കെ രാമസുബ്രഹ്മണ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഞാൻ ഡോക്ടർ വിശ്വകുമാർ, അമൃത വിശ്വവിദ്യാലയം കൊച്ചി ക്യാമ്പസിലെ ഡീനാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന ഡോക്ടർ ശ്രീകാന്ത്, അദ്ദേഹം അമൃത വിശ്വവിദ്യാലയം കൊച്ചി ക്യാമ്പസിലത്തെ ഇന്ത്യൻ നോളജ് സിസ്റ്റംസിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ റിസർച്ച് സെൻറ്റർ Physical Sciences, Astronomy and Mathematics, Indian Knowledge Systems, ഭാരതീയ ജ്ഞാന പരമ്പര, അതെല്ലാ മേഖലകളിലും വ്യാപിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിസർച്ച് സെൻറ്റേഴ്സ് വളരെ അപൂർവമായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് നമുക്ക് അതിൻ്റെ റിസർച്ച് സെൻറ്റർ അലോട്ട് ചെയ്ത് കിട്ടിയത്. ഏകദേശം 2000-ഓളം ആപ്ലിക്കേഷൻസിൻ്റെ ഇടയിൽ സ്ക്രീൻ ചെയ്ത് 10-ൽ താഴെ റിസർച്ച് സെൻറ്റേഴ്സാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെയാണ്. നമ്മുടെ മെയിൻ ഫോക്കസ് ഭാരതീയ ശാസ്ത്ര പരമ്പരയിൽ, വിജ്ഞാന പരമ്പരയിൽ മാത്തമാറ്റിക്സ്, അസ്ട്രോണമി ആൻഡ് ഫിസിക്കൽ സയൻസസ്, അതിലാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ ഇതിൻ്റെ റിസർച്ചും ഗവേഷണം കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും ഇതിൻ്റെ വിജ്ഞാന സ്രോതസ് മുഴുവൻ കിടക്കുന്നതെല്ലാം നമ്മുടെ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥശേഖരങ്ങൾ, താളിയോല ഗ്രന്ഥങ്ങൾ, ഇതിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓറിയൻ്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റംസിൻ്റെ തന്നെ പല സെൻറ്റേഴ്സുമായിട്ടും 10-30 വളരെ പ്രമുഖരായിട്ടുള്ള ഇതിൻ്റെ എക്സ്പെർട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതിലെ മുഴുവൻ ഗൈഡൻസോട് കൂടിയിട്ടാണ് ഈ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. നമുക്ക് വളരെ ഫിക്സ്ഡ് ടാർഗറ്റ് ഉണ്ട് അതിന്. ഇങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെ ഇത് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം അതിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ പ്രധാനമായിട്ട് അവരുടെ തന്നെ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് ധാരാളം ഈ എക്സ്പെർട്സിനെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മാർഗദർശനം കിട്ടാനും കൂടിയിട്ടായിട്ട്, മാത്രമല്ല ഇത് മറ്റ് ക്യാമ്പസുകളിൽ വ്യാപിപ്പിക്കാനും മറ്റ് ജ്ഞാനപരമ്പരയുടെ സദസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം ധാരാളം കോൺഫറൻസുകൾ നടത്തേണ്ടതിൽ അത്യന്താപേക്ഷിതമാണ്. പിന്നെ ഇൻസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിജ്ഞാന ശാഖകൾ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ക്വിസും പ്രശ്നോത്തരി, അങ്ങനെ പല പേപ്പർ പ്രസൻറ്റേഷൻസ്, റിസർച്ച് പബ്ലിക്കേഷൻസ്, അങ്ങനെ അതും ഇതിൻ്റെ സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്നൊരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് IKS-ൻ്റെ മാർഗനിർദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ട് അതിന് പേരിട്ടിട്ടുള്ളത് മാധവ ടു മോഡേണിറ്റി എന്നാണ്. മാധവ എന്ന് പേരിടാൻ കാരണം ഇരിങ്ങാലക്കുടയിലെ സംക്രമ ഗ്രാമമാധവൻ്റെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്നുള്ള റിസർച്ച് സെൻറ്റർ, അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ ആ മാത്തമാറ്റിക്സിൻ്റെ ആ മേഖലയിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സിമ്പോസിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൽ ഗണിതം, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിലെ ജ്ഞാനസമ്പ്രദായങ്ങളാണ് സിമ്പോസിയത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ. ഒരു ഹൈബ്രിഡ് രീതിയിലാണ് നടത്തുന്നത്. നമ്മൾ ഏകദേശം ഒരു 120-ഓളം പേര് പേപ്പർ പ്രസൻറ്റേഷൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 10-60 പേരെങ്കിലും നേരിട്ട് ഇവിടെ വരും. അതിൻ്റെ പാരലൽ സെഷൻസ് ആയിരിക്കും. പേപ്പർ പ്രസൻറ്റേഷൻസിൻ്റെ
പാരലൽ സെഷൻസ് ആയിരിക്കും. പിന്നെ ഈ വിജ്ഞാന ശാഖയിൽ വളരെയധികം പ്രാഗൽഭ്യം നേടിയിട്ടുള്ള അനവധി ആൾക്കാർ IIT ബോംബെയിൽ നിന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ് ബോംബെയിൽ ചെന്നൈയിൽ നിന്നുണ്ട്. അത് ബ്രോഷറിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് വരുന്നവരെല്ലാവരെയും. അതിൽ തന്നെ ജ്യോതിശാസ്ത്രപരമായിട്ട് വാസ്തുവിദ്യയും സംബന്ധിച്ചിട്ടുള്ള ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ശ്രീ കാണിപ്പയൂർ കൃഷ്ണനമ്പൂതിരിയാണ്. വാസ്തുവിദ്യാ ഗുരുകുലം അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഫോറിനുള്ള പ്രൊഫസർ ഈവ ഓർട്ട്മാൻ, അദ്ദേഹം ഓൺലൈനിലായിരിക്കും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ തന്നെ ആയുർവേദ ക്യാമ്പസിൽ അമൃതപുരിയിൽ ഒരു IKS സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ പ്രധാന പ്രവർത്തന മേഖല കൂടുതലും സംസ്കൃത വ്യാകരണം, ആയുർവേദം സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ രാമനാഥൻ, അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രശസ്ത വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഒരു റോയ് വാഗ്നർ, അദ്ദേഹം കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതുപോലെ ഇൻ്റർനാഷണൽ സിമ്പോസിയം നടത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ വളരെ റിച്ചായിട്ടുള്ള ഇൻപുട്സാണ് കിട്ടിയത്. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. അതിൽ ഓൺലൈനായിട്ടാണ് കയറുക. അപ്പം ഇത് നാളെ രാവിലെയാണ് ഉദ്ഘാടന സഭ. അതിൻ്റെ പ്രൊഫസർ സുന്ദരേശൻ, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസറാണ്. ഇന്നും ഈ മേഖലയിൽ അനവധി കോൺട്രിബ്യൂഷൻസ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് പ്രശസ്ത ക്വിസ് മാസ്റ്ററായ ശ്രീ സ്നേഹജ് ശ്രീനിവാസ്, അദ്ദേഹം നയിക്കുന്നൊരു ക്വിസ് കോമ്പറ്റീഷൻ. അതിൽ ഓൾറെഡി 24 ടീംസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2-3 റൗണ്ട്സ് ആയിട്ടായിരിക്കും അത് നടക്കുക. നമ്മളൊരു മാക്സിമം ഇത് ആദ്യമായിട്ട് നടത്തുന്നതുകൊണ്ട് നമ്മളൊരു 10-12 ടീംസൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ ഒരു സ്ട്രാറ്റജി കൂടിയാണ് സ്നേഹജ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടി അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു 24ഓളം ടീമുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പല ഭാഗങ്ങളിൽ നിന്നായിട്ട്. അതെല്ലാം യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ ഈ IKSന് ഈ ഭാരതീയ ജ്ഞാന പരമ്പരയിൽ സംബന്ധിച്ച് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ്. അത് ക്വിസ് മാസ്റ്റർ അദ്ദേഹം ഏത് മേഖലകളിലും ക്വിസ് നടത്താൻ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ക്വിസ് നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ യങ്സ്റ്റേഴ്സിന് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കൽ. അപ്പോൾ ഏകദേശം 50,000 രൂപയുടെ പ്രൈസസ് അത് നമുക്ക് സ്പോൺസർ ചെയ്യാൻ നമ്മുടെ തന്നെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ബാങ്കേഴ്സാണ് ധനലക്ഷ്മി ബാങ്ക്. ധനലക്ഷ്മി ബാങ്ക് അതിന് എഗ്രി ചെയ്തു. അവരും ഈ കോൺഫറൻസിൻ്റെ കൊളാബറേറ്റേഴ്സാണ്. ഇത്രയാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ ബ്രോഷേഴ്സിലെല്ലാം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നാളെ രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രൊഫസർ K. രാമസുബ്രഹ്മണ്യൻ, അദ്ദേഹം IIT ബോംബെയിലെ പ്രൊഫസറാണ്. ഇന്ത്യൻ നോളജ് സിസ്റ്റംസിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് IIT ബോംബെ. ഞാൻ മുമ്പ് പഠിച്ച സ്ഥലമാണ് IIT ബോംബെ. എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ഡോക്ടറേറ്റ് അവിടെ നിന്നാണ്. അപ്പം അവിടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു IKS സെൻ്ററാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഹെഡാണ് അദ്ദേഹം. പിന്നെ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്.